ഇന്ന് അധ്യാപക ദിനമല്ലേ? വ്യത്യസ്ത തരം പരിശീലനങ്ങൾ കൊടുക്കുന്ന അധ്യാപകർ നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങളുടെ വിദ്യാർത്ഥികളെ, കുട്ടികളെയൊക്കെ മറ്റുള്ളവർ തട്ടിക്കൊണ്ടു പോകുമ്പോൾ അങ്ങനെ ഒരുപാട് വാർത്ത ഇപ്പോൾ നമ്മൾ കേട്ടല്ലോ. ആ തട്ടിക്കൊണ്ടു പോകലിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെയുണ്ട് മാർഗം എന്ന് ചില അധ്യാപകർ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു. അങ്ങനെ അധ്യാപകർ നൽകിയ പരിശീലനം കൊണ്ട് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ച ആളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടു. ആ പെൺകുട്ടിയെയും അധ്യാപകരെയും നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നു. എറണാകുളം കരിത്തല സെന്റ് ജോസഫ് സ്കൂളിലെ അധ്യാപകരാണ് റിപ്പോർട്ടറിനോടൊപ്പം ചേരുന്നത്. സൈഫുനീസ് അലിയാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടുവരാം. അധ്യാപകർ ദൈവതുല്യരാണെന്നാണ് പറയുക. നമ്മൾക്ക് വഴികാട്ടിയും പ്രചോദനവും ഒക്കെ ആകുന്നതാണ്. ചില സമയങ്ങളിൽ നമുക്ക് ദൈവത്തിന്റെ ഒരു ആൾരൂപം തന്നെ ആകും അധ്യാപകർ. അങ്ങനെ കുറച്ച് അധ്യാപകരെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം, ഇതിനു മുമ്പ് ഒരു സംഭവം ഞാൻ വിശദീകരിക്കാം. ഈ കഴിഞ്ഞ ദിവസം ഈ സ്കൂളിലെ ഒരു കുട്ടി ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളാണ്. അവരുടെ മാതാപിതാക്കൾ തെരുവിൽ കച്ചവടം നടത്തുന്നവരാണ്. ഇവരുടെ കുട്ടി കഴിഞ്ഞ ദിവസം ഐസ്ക്രീം വാങ്ങുവാനായി പുറത്തിറങ്ങിയപ്പോൾ ഒരാള് 100 രൂപയും മിഠായിയും തരാം എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഈ കുട്ടി വളരെ വലിയ ബഹളം വെച്ച് ശബ്ദമുണ്ടാക്കി ഇയാളിൽ നിന്ന് പിന്നീട് പൊതുപ്രവർത്തകരൊക്കെ വന്ന് രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. ആ ഒരു രീതിയിൽ കുട്ടിയെ പ്രതികരിക്കാനായി പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ പഠിപ്പിച്ചത് ഈ അധ്യാപകരാണ്. എങ്ങനെയാണ് ഈ കുട്ടികൾക്കൊക്കെ ഈ ബാഡ് ടച്ചും ഗുഡ് ടച്ചും ഒക്കെ ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ പ്രതികരിക്കണം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് ചുറ്റും പതിയിരിക്കുന്ന ഒട്ടേറെ ചതിക്കുഴികളുണ്ട്. ഈ ചതിക്കുഴികളിൽ നിന്നും കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ഒത്തിരിയേറെ ഓറിയന്റേഷൻ ക്ലാസ്, അവയർനെസ് ക്ലാസ്സുകൾ ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഇതിൽ നിന്ന് തന്നെ കുഞ്ഞുങ്ങൾ ഗുഡ് ടച്ച്, ബാഡ് ടച്ച് ഇങ്ങനെയുള്ള കുറെ മൂല്യങ്ങൾ കുഞ്ഞുങ്ങൾ ഈ ക്ലാസ്സുകളിലൂടെ തന്നെ കുട്ടികൾ മനസ്സിലാക്കി. ടീച്ചറെ, വലിയ ശബ്ദത്തിൽ കുട്ടി ഒച്ചയുണ്ടാക്കി. അപ്പോഴാണ് അടുത്തുണ്ടായിരുന്ന ആളുകൾ അറിഞ്ഞ് ഇത് കുട്ടിയെ രക്ഷപ്പെടുത്തിയെന്നാണ് അറിയുന്നത്. ഒരു സാധാരണ ഒരു കുട്ടിക്ക് പെട്ടെന്ന് പേടിച്ച് മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലൊന്ന് പ്രതികരിക്കണം എന്നതിലേക്ക് എത്തുക എന്ന് പറയുന്ന വലിയ കാര്യമല്ലേ? നമ്മളെ സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന ഒരു പ്രതിസന്ധികളിൽ എങ്ങനെ പ്രതികരിക്കണം എന്ന് കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ആയിരിക്കാം കുഞ്ഞിനെ ആ സമയത്ത് പതറാതെ സമചിത്തതയോടെ പെരുമാറാൻ സഹായിച്ചത് എന്നാണ് എന്റെ വിശ്വാസം. ഇപ്പോൾ ഓരോ സിറ്റുവേഷനും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നതാണല്ലോ. അപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും തരാനോ മിഠായിയോ ആയിട്ട് എന്തായിട്ടാണെങ്കിലും തരാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കരുത്, എങ്ങനെ പ്രതികരിക്കണം എന്ന് വരെ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. आया बोला मुझे मैं 100 रुपया दूंगा, तुम मेरे साथ में चलो. मैं अंकल को बोला कि अंकल, वो अंकल मुझे से बोल रहा है कि मैं 100 रुपया दूंगा, मेरे साथ में चलो. പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മക്കളാണ്. അപ്പോൾ അവർ ഈ നാട്ടിൽ വന്ന് പഠിക്കുന്നു. അപ്പോൾ ഈ നാട് അവർക്കൊരു സുരക്ഷ നൽകേണ്ടതുണ്ട്. ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ അധ്യാപകരുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്, അവർക്ക് രക്ഷയ്ക്ക് എന്ന് കുട്ടികൾ തന്നെ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ, ഇതര സംസ്ഥാന തൊഴിലാളികളെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്ക് പോലും ഒരു പാഠമാകുന്ന രീതിയിൽ കേരളത്തിന്റെ ഒരു മാതൃകയായി നിൽക്കുകയാണ് സെന്റ് ജോസഫ് സ്കൂളിലെ അധ്യാപകർ. അതാണ് ഈ ഇന്നത്തെ അധ്യാപക ദിനത്തിൽ നൽകുന്ന ഒരു ശുഭപ്രതീക്ഷയും. ഇത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാ വീടുകളിലും കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. എല്ലാ സ്കൂളുകളിലും കുട്ടികളെ പഠിപ്പിക്കേണ്ടതുമാണ്. നിങ്ങളെ എല്ലാവരും തട്ടിക്കൊണ്ടുപോകാൻ നിൽക്കുന്ന അങ്കിൾമാരാണെന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ ഏതെങ്കിലും തരത്തിൽ സംശയകരമായി അപരിചിതരുടെ ഭാഗത്ത് നിന്ന് ഭക്ഷണം വാഗ്ദാനം ചെയ്താലോ, ഏതെങ്കിലും മിഠായി തന്നാലോ, ഐസ്ക്രീം തന്നാലോ അവരുടെ ഒപ്പം പോവാതിരിക്കുക. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, ആലുവയിലൊരു കുട്ടിയെ പീഡിപ്പിക്കുമ്പോൾ ആ കുട്ടിക്ക് മിഠായിയും കയ്യിലൊരു ഫ്രൂട്ടിയും വാങ്ങിച്ചു കൊടുത്താണ് വളരെ ക്രൂരമായ ആ കുട്ടിയെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയത്. അപ്പോൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാതിരിക്കുക, ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ നിരന്തരം കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. അത്ര സുരക്ഷിതമല്ലാത്ത ലോകത്താണ് മക്കളെ നമ്മൾ ജീവിക്കുന്നത് എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. എന്നാൽ പൂർണ്ണമായും അരക്ഷിതത്വമുണ്ട് എന്നൊരു ഭയം ആ കുട്ടിയിൽ ഉണ്ടാക്കുകയും അരുത്. അതാണ് അധ്യാപകർ ചെയ്തത്. അപ്പം സല്യൂട്ട് യു ടീച്ചേഴ്സ്.